2024 സൂപ്പർ ഹിറ്റ് മൂവിയായ റായൻ റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ധനുഷ്. അഭിനയിച്ചിരിക്കുന്നത് ധനുഷ്, സുന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, എസ് ജെ സൂര്യ, സെൽവരാഘവൻ തുടങ്ങി വലിയൊരു കാസ്റ്റിംഗ് വരുന്ന സിനിമ. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ രണ്ട് അനിയന്മാരും അനിയത്തിമാരുമായിട്ട് നാട് വിടേണ്ടി വരുന്ന നായകൻ. അങ്ങനെ അവൻ വേറെ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ച് ഇവൻ ഒരു പുതിയ ലൈഫ് കെട്ടിപ്പടുകയാണ്. അങ്ങനെ ഇവൻ്റെ കീഴിൽ രണ്ട് അനിയന്മാരും അനിയത്തിയും അവൻ സംരക്ഷിച്ച് നിൽക്കുന്നു. അവിടെ ഉണ്ടാകുന്ന രണ്ട് ഗ്യാങ് വാറിനിടയിൽ അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പോലീസുകാരനായ പ്രകാശ് രാജിൻ്റെ ക്യാരക്ടർ വരുന്നതും അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ബേസ് ചെയ്ത് ഇവരും അതിനിടയിൽ പെടുന്നതും അങ്ങനെയൊക്കെ പോകുന്നൊരു റിവെഞ്ച് ബേസ്ഡ് മൂവിയാണ്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഈ സിനിമയാണ്. പേഴ്സണലി എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു ക്ലീഷ സിനിമയായിട്ട് തോന്നിയുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ തമിഴ് സിനിമയിൽ കാണുന്ന പോലത്തെ തമ്പിപ്പാസം, തങ്കച്ചി പാസം അങ്ങനത്തെ സംഭവങ്ങൾ കയറ്റി പിന്നെ ഒരു നോർമൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. ധനുഷിൻ്റെ ഡയറക്ഷനിൽ വരുമ്പോൾ പവർ പാണ്ടി എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിലും ബെറ്റർ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു നോർമൽ ഫിലിം എന്നുള്ള രീതിയിലേ തോന്നിയുള്ളൂ. ഇതിൻ്റെ അകത്ത് പക്ഷേ ആക്ടിങ് വൈസ് ആണല്ലോ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. എല്ലാ കാസ്റ്റിങ്ങുകളും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്. ക്യാരക്ടർ സ്കെച്ചുകൾ നല്ലതായിരുന്നു, എല്ലാവരുടെയും ക്യാരക്ടർ സ്കെച്ചുകൾ നല്ലതായിരുന്നു. പക്ഷേ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്കെല്ലാം കൊടുത്തിരിക്കുന്ന റീസൺ, ഓരോ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോയിന്റിൽ ഇവർക്കെല്ലാവർക്കും ഓരോ ചേഞ്ചുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കാണിച്ചിരിക്കുന്ന റീസൺസ്, എന്തെങ്കിലും ഒരു റീസൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു റീസൺ എന്നാൽ ഈ റീസൺ കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത് പോലെ കുറേ റീസൺസ് കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ ക്ലൈമാക്സിലെ പെങ്ങൾക്ക് വേണ്ടി ഒരു റീസൺ, അങ്ങനെ അനിയന്മാർക്കൊരു റീസൺ, ഇങ്ങനെ പല റീസണുകളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒരു നോർമൽ ഒരാൾക്ക് ചുമ്മാ തട്ടിക്കൂട്ടി ഒരു സ്റ്റോറി പറയുന്ന ഒരു ഫീൽ ഉള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ടെക്നിക്കലി നല്ലതായിരുന്നു. എ ആർ റഹ്മാൻ്റെ മ്യൂസിക്, അത് ഭയങ്കര രസമായിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളും, അതുപോലെ ക്യാമറയും ഫൈറ്റും എല്ലാം, അതുകൊണ്ടെല്ലാം ഒരു ടെക്നിക്കലി നല്ലൊരു രീതിയാണെങ്കിൽ പോലും എനിക്ക് ഈ സ്റ്റോറി വൈസ് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒരു ആവറേജ് മൂവി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. പലർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാം.